10b first question. Then a plus 9b d is equal to 30a plus 870 d. Next, we want to find out T40. So how can we do this? 30a plus 870 d. Then here minus 10a minus 90d. That all things you can take the right side. Then nothing is there, so write it as 0. So 0 is equal to 30a minus 10a is what? 20a plus 870 minus 90. So what will be? 780. 780. Positive 780d. Dividing throughout by which one? Which one is possible? 20a means dividing throughout by 20 is possible, no? Dividing throughout by 20. Yes, ma'am. Yes, ma'am. First you can do with the 10. Dividing throughout by 10 means what will happen? 0 is equal to 2a plus 78d. You can do with the 2. Dividing throughout by 2. So it will be 0 is equal to a plus tell me, a plus 78 divided by 2. 39. 39d. What we want to find out? 40. A plus 39d. What is that A plus 39d? T40. T40. So directly we got the answer. T40 is equal to what? So therefore, T40 is equal to 0. That is your answer. Okay. Zero equal to. Zero equal to. Okay. 0 is equal to here. A plus 39d. ഇതുവരെ മനസ്സിലായോ? ഇല്ല മിസ്, ആ 0 ഈസ് ഈക്വൽ ടു മൂലം ഇത് ഓക്കെ. ഇനി എന്ത് ചെയ്യണം? എയും നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. എയും ഡിയും ആഡ് ചെയ്യണം. നിങ്ങളുടെ രീതിയിൽ പറഞ്ഞോളൂ. എ എല്ലാം ഒരുമിച്ച് ആഡ് ചെയ്യണം, ഡി എല്ലാം ഒരുമിച്ച് ആഡ് ചെയ്യണം. പറഞ്ഞു കൊണ്ടുപോകണം. എന്ത് ചെയ്യും? എയും ഡിയും ഒരുമിച്ച് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ എല്ലാം കൂടെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? റൈറ്റ് സൈഡോ ലെഫ്റ്റ് സൈഡ്? റൈറ്റ് സൈഡ്. അതോ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരണോ? ഏതാ ചെയ്യുന്നത്? അതാണ് നല്ലത്, അതാണ് സൗകര്യം. അപ്പൊ എന്ത് ചെയ്താൽ മതി? 30a ഇവിടെ മൈനസ് 10a. 10a ഇങ്ങോട്ട് പോയാൽ മൈനസ് 10a. അതിലെ കുറച്ചുകൂടെ എളുപ്പം. അപ്പൊ 30a കഴിഞ്ഞു. ഓക്കെ, മനസ്സിലായോ? പ്ലസ് 870. പ്ലസ് ഇവിടെ നമ്മൾ എഴുതിയിട്ടില്ല. റൈറ്റ് സൈഡിലെ 870d അവിടെ തന്നെ ഉണ്ട്. മൈനസ് 90d. ഇവിടെ നിന്ന് എല്ലാവരും അങ്ങോട്ട് വന്നു കഴിഞ്ഞു അല്ലെ? ഇവിടെ വല്ലതും ഉണ്ടോ? ഇല്ല. 0. Then 0 is equal to എഴുതണ്ട കേട്ടോ, ശ്രദ്ധിക്കൂ, എന്നിട്ട് എഴുതാം. 20a plus. I will give you time. 30a minus 10a. 20a. ഇനി one sign is positive and other sign is negative. Subtract and put the bigger number sign. So 870 minus 90 is what? 780. 780d. One sign is positive, other sign is negative. Subtract and put the bigger number sign means plus 780d. Clear? Got it? ഇതുവരെ മനസ്സിലായില്ലേ? യെസ് മാം. ഇനി എന്താ ചെയ്യുന്നത്? ഇതിനെ നമുക്ക് കാണുമ്പോൾ ഒരു സുഖമില്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ ഒന്ന് മാറ്റി എഴുതാം. 20a plus 780d is equal to 0 എന്ന് വിചാരിക്കാം. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ലല്ലോ. ഇനി എന്താ ചെയ്യണ്ടേ? ഇതിൽ കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോകുന്നത് ഏതെങ്കിലും ഉണ്ടോ നോക്കുക. പോവുകയാണെങ്കിൽ നമുക്കത് ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ ചെയ്യാം.
ലീസ്റ്റ് ഫോമിലേക്ക് എത്തിക്കാം. 0 0 ഉള്ളത് കൊണ്ട് നമുക്ക് എന്തുകൊണ്ട് പോകും? അത് 10ൽ എന്തായാലും പോവില്ലേ? Yes, ma'am. Dividing both sides by 10 we can do first. So 20 by A divided by 10 plus 780D divided by 10 is equal to 0 by 10. Okay. Clear? ഇതുവരെ മനസ്സിലായോ? ഗേൾസ് ഡൗട്ട് ചോദിച്ചവര് ഇതുവരെ മനസ്സിലായോ? എഴുതുകയാണോ നിങ്ങൾ? മനസ്സിലായി. ഇതുവരെ മനസ്സിലായി. അപ്പൊ ഇവിടെ എന്താ? 0 0 ക്യാൻസൽ. ഇവിടെ 0 0 ക്യാൻസൽ. So remaining it will be 2A plus 70A. അല്ലേ? 70D. 10 2s are 22. ഇനി എത്രയാ? ഇവിടെ 10 ക്യാൻസൽ ചെയ്ത് പോയില്ലേ? ബാക്കി ബാലൻസ് will be 78 D. is equal to 0 divided by 10 is what? 0 itself. 0 itself. One more thing. 0 divided by 10 is 0. Then what about 10 divided by 0? 0. No, 10 No. അല്ല 1. not possible. Not possible. Not defined. That is infinity. Not defined. 10 ഏതൊരു നമ്പറിനെയും ഡിവൈഡഡ് ബൈ 0 എന്ന് പറഞ്ഞാൽ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. നോട്ട് ഡിഫൈൻഡ് എന്നാണ്. 1 divided by 0 not defined. ഇതുവരെ കണ്ടുപിടിച്ചില്ല. അതിനാണ് ഇനി ആൽഫ പോലെ ഒരു സിമ്പിൾ കൊടുത്തിരിക്കുന്നത്. നോട്ട് ഡിഫൈൻഡ്. പക്ഷെ ഡിനോമിനേറ്ററിൽ ഏത് നമ്പർ വന്നാലും ന്യൂമറേറ്റർ 0 ആണെങ്കിൽ 0 divided by 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 0. ക്ലിയർ? പക്ഷെ ഡിനോമിനേറ്ററിൽ 0 വന്നാൽ നോട്ട് ഡിഫൈൻഡ് ആണ് ആൻസർ വരിക. 2 divided by 0 നോട്ട് ഡിഫൈൻഡ്. അപ്പൊ 0 divided by 10 is 0 itself. ഇനി എന്താ ചെയ്യാ? ഇതിന് ഏതെങ്കിലും കോമൺ ആയിട്ട് പോവോ നോക്കൂ. ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ ഏതിൽ പോവും? 8 ആണ്. 2 ഈവൺ നമ്പർ ആണ്. സോ ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ ഡിവൈഡിങ് ബോത്ത് സൈഡ്സ് ബൈ both sides by 2 possible. So 2A divided by 2 is equal to 2A divided by 2 plus 78D divided by 2 is equal to 0 by 2. So 2 2 cancel. It will be A plus 2 and 39. D is equal to 0 by 2 is what? 0 divided by ഏത് നമ്പർ ആണെങ്കിലും ആൻസർ എന്തായിരിക്കും? 0. 0. So A plus 39D is equal to 0 വരെ നമുക്ക് കിട്ടി. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. What we want to find out? T40. T40. T40 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണത്? T40 is equal to 39D. A plus 39D. അത് തന്നെയല്ലേ നമുക്ക് ഇവിടെ A plus 39D യിലെ 0 കിട്ടിയിരിക്കുന്നത്. So instead of A plus 39D we can write it as what? ഇതെന്ന് പറയുന്നത് എന്താണ്? T? Hello? 0 0. T40 is equal to 0. So that is answer. Okay. കിട്ടിയോ? മനസ്സിലാവാത്തവരെ എഴുതിക്കോളൂ. കിട്ടിയല്ലോ? ഓക്കെ, എഴുതിക്കോളൂ. How many 2-digit numbers are divisible by 3? 12 and 15. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 2-digit numbers എത്ര എണ്ണം ഉണ്ടെന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ n ആണ് നമുക്ക് വേണ്ടത്. n is equal to question mark. So which are the 2-digit numbers divisible by 3? Can we write? Starting from the 2-digit numbers divisible by 3 are 12. first number 12. 2-digit numbers. 12. Right now. 12, 15. Okay, start. 2-digit numbers 12, 15. divisible. Step you should write. Was divisible by divisible by 3 are 12. 15. Okay, 15. 8. That is enough. For finding common difference, no?
2 or 3 is enough. Then etc. Which will be the last one, 2-digit number, divisible by 3. 30. Up to 100. TN. 100 onwards, 3-digit number. 100 മുതൽ 3-digit number ആണ്. അപ്പോ TN. last number is what? 99. 99. 99 ആണ് ലാസ്റ്റ് 2-digit number. ആ 99 എന്ന് പറയുന്നത് 3 പോകുന്നതല്ലേ? 3 ഡിവിസിബിൾ ആണ്. സോ വി ക്യാൻ ടേക്ക് 99. 99 നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ. Yes. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത് നമ്മളോട്? n ആണ് പറഞ്ഞിരിക്കുന്നത്. n we want to find out. So how can we find n? We have only one formula. Which formula? TN is equal Tn is to equal A to. into N minus 1 We have Tn A is equal plus to a plus n minus N 1 minus into 1 into D. d. This formula only we have. Here we want to find n. So what about a? What about d? And what about Tn? കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കേണ്ടതാണോ? എങ്ങനെ കണ്ടുപിടിക്കാം? A is equal to 12. എങ്ങനെ കണ്ടുപിടിക്കാം? കണ്ടുപിടിക്കണം. പക്ഷെ അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. എങ്ങനെയാ? A is A equal is to equal to 12. A is equal to 12. then D is equal to 15 minus 12. Here A is equal to 12. So D is equal to 15 minus 12. So D is 12. equal to what? 3. 3. So A we got, D we got. 12 is equal to Then Tn. Not n. 19. 19. T99. T not T99. അങ്ങനെ ഒരിക്കലും 99 പറയരുത്. minus 1. T99 എന്ന് പറയരുത്. എല്ലാവരും തെറ്റിക്കുന്നതാണ്. T99 അല്ല അത്. ആണോ? അല്ല 99. ഇപ്പൊ പറഞ്ഞത് സോണി അല്ലേ? ആ സോണി എന്ന് പറയണം, അല്ലെങ്കിൽ റോൾ നമ്പർ 36 എന്ന് പറയണം അല്ലേ? റോൾ നമ്പർ 36 എന്ന് പറയുന്നത് സോണിയാണ്. അതുപോലെ സോണിയാണ് ഇത് 99 പറയുന്നത്. സോണിയുടെ പ്ലേസ് എവിടെയാണ്? 36th പ്ലേസ് ആണ്. ആ n ആണ് എന്ന് പറയുന്നത് 36 എന്ന് പറയുന്നത്. വ്യത്യാസം മനസ്സിലായോ സോണി? ഓക്കെ. സോ Tn is what? Tn will sometimes Tn will be the last term എന്ന് പറഞ്ഞു നമ്മൾ. സോ ഇവിടെ എത്രയാ? Tn എന്ന് പറയുന്നത് ലാസ്റ്റത്തെയാണ്. Tn will be 99. n we want to find out. 99 എത്ര എണ്ണമുണ്ട് എന്നാണ് നമുക്ക് അറിയേണ്ടത്. 3 തൊട്ട് 99 വരെ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ട്, എത്ര എണ്ണം ഉണ്ട്? 3 12 15. 12 പറഞ്ഞ ഫസ്റ്റ് വൺ, 15 പറഞ്ഞ സെക്കൻഡ് വൺ, 18 പറഞ്ഞ തേർഡ് വൺ, എക്സെട്ര എത്ര എണ്ണം ഉണ്ട്? ഇപ്പൊ 3 എണ്ണം ഉണ്ടെന്ന് മനസ്സിലായി. അടുത്ത 4 5 6 അങ്ങനെ പോയിട്ട് 99 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്, ആ നമ്പർ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഹൗ ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ട്? Tn is equal to 99 is equal to a 12 plus 99 minus 1. is it 99 minus 1? അതാണ് പിന്നെ തെറ്റിക്കുന്നത്. അതാണ് നിങ്ങൾ പറയുമ്പോൾ ഒരു ഗുണം അതാണ്. n-ഉം Tn-ഉം ഒന്നാണോ? അല്ല. Tn-ഉം ഒന്നല്ല. അല്ലല്ല. They are N different. separate, They Tn are separate. different. They are different. So n means N number. minus 1. n minus 1 itself. n minus 1 അതായത് നമ്മൾ പറഞ്ഞു 2 4 6 ആണെങ്കിൽ ഈ നമ്പേഴ്സ് ആണെങ്കിൽ n is equal to ഇവിടെ എത്രയാ? 1 2 3. എന്നാൽ Tn എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? 3 ആണോ? അല്ല. ഏതാ? 6 ആണ്. അപ്പൊ 3-ഉം 6-ഉം തമ്മിൽ വ്യത്യാസമുണ്ട്. ക്ലിയർ? Yes. അത് ഓർക്കണം. n-ഉം Tn-ഉം എപ്പോഴും തെറ്റിക്കും. So D is what? D is into 3. Then എന്ത് ചെയ്താൽ മതി? 99 minus 12. ഇങ്ങോട്ട് കൊണ്ടുവരാം. 12 is equal to 3. We can write first 3 into n minus 1. So 99 minus 12 is 9 minus 2 7. 9 minus 1 8. Directly you can do that. 87 is equal to ബ്രാക്കറ്റ് ചേഞ്ച് ചെയ്യാതെ തന്നെ നമുക്ക് എഴുതാൻ പറ്റുമോ? ബ്രാക്കറ്റ് ചേഞ്ച് ചെയ്യാതെ പറ്റും. എങ്ങനെയാ? 3 into n minus 1. Then
n minus 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ഡിനോമിനേറ്ററിലേക്ക് പോയാൽ n minus 1 equal to Ah. 87/3. 87/3. n minus 1, so is equal to here right side n minus 1 only. That 3 will comes to denominator, the right side, left side part. Left side. 87 divided by 3. So cancel 87 and 3. How many times? 29. 29 is equal to n minus 1. Then n. So N is equal to 29 minus plus 1. plus 1. 30 is equal 30 is to equal to n. n. So number n is equal to how many? Double No? Yes. How many 2-digit numbers are divisible by 3? എത്ര എണ്ണം ഉണ്ട്? 30 ഉണ്ട്. അതിന് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് എഴുതി നോക്കിയാൽ മതി. ഈ നമ്പേഴ്സ് മൊത്തം എഴുതി വെക്കുക. 12, 15, 18 എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതി വെക്കുക 99 വരെ. അപ്പൊ എണ്ണി നോക്കിയാൽ എത്ര എണ്ണം ഉണ്ടാവും? 1 to 100 എഴുതിട്ട് വട്ടോട്ടാ 30 n is equal to 30. അതൊന്നും വേണ്ട, അതിനാണ് നമ്മൾ ഈ ഫോർമുല പഠിക്കുന്നത്. എണ്ണാൻ നിൽക്കാൻ സമയമില്ലല്ലോ നമുക്ക്, അതിനാണ് ഈ ഫോർമുല. അപ്പൊ n is equal to how many are there? So 30 numbers are. Okay. ഇനി ഇത് നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ just change the bracket. 3n minus 3. Anyway you can do. This is your method, you follow that method. Okay. അല്ല ബ്രാക്കറ്റ് ചേഞ്ച് ചെയ്താന്ന് അറിയാ സ്റ്റെപ്പ് വരും മിസ്. ബ്രാക്കറ്റ് ചേഞ്ച് ചെയ്തിട്ട് വേണം. അല്ല, ഒന്ന് 3n minus 1 അത് ചെയ്യേണ്ടതോ? അതെങ്ങനെ ചെയ്യേണ്ടതാ? ബ്രാക്കറ്റ് ചേഞ്ച് ചെയ്യേണ്ടത് ഇതേ കഴിഞ്ഞില്ല വേണോ? So 99 is equal to 12 plus 3 into n minus 1 is your answer. So 99 minus 12 is equal to 3 into n minus 1. So 99 minus 12 is 87. 87 is equal to 3 into n minus 1. So change the bracket. 87 is equal to 3n minus 3. Then 87 plus 3 is equal to 3n. So what will be? 87 plus 3 is what? 90 is equal to 3n. So n is equal to 90 divided by 3. Anyway you can. Okay, 30 is equal to n. Which method is easy that you do? Okay, no problem. Answer is equal to 30. N is equal to 30. Which term of AP 5, 15, 25, etc. will be 130 more than its 31st term? So what is the meaning of that? Which term of the AP? ഈ AP യിലെ ഏതോ ഒരു term. So we don't know that term. So let that be TN. Nth term. TN. ഏതോ ഒരു term എന്ന് പറയുന്നത് which term of AP? ഈ AP യിലെ ഏതോ ഒരു term എന്ന് പറയുന്നത് ഏത് term ആണെന്ന് അറിയില്ല. That will be what? That will be. അപ്പോ ഇതിലെ ഏതോ ഒരു term നമുക്ക് അറിയില്ല. അപ്പൊ TN ഏതോ ഒരു term TN will be 130 more than its 31st term. So how can we write the right side? 130 more than its 31st term. പറഞ്ഞു നോക്കൂ. Whether it is wrong or correct, do it. 130 more means what? How can we write 130 more? 130 plus 130 plus more കൂടുതൽ 130 കൂടുതൽ എന്താണ് 130 more than its 31st term. ഇതിന്റെ തന്നെ 31st ടേമിനെക്കാളും 130 കൂടുതലാണ് ഏത് ഇതിലെ ഏതോ ഒരു ടേം എന്ന് പറയുന്നത്. സോ വിച്ച് ടേം, അത് ഏത് ടേം ആണെന്നാ ചോദിക്കുന്നത്. വിച്ച് ടേം ഓഫ് AP 5, 15, 25, which term we don't know that term. ഇവിടെ എവിടെയോ ഒരു നമ്പർ ഉണ്ട്, ഏതോ ഒരു നമ്പർ 5, 15, 25 എന്ന് പറയുന്നത് പോലെ ഇവിടെ ഏതോ ഒരു നമ്പർ
ആ നമ്പർ പ്ലേസ് ചെയ്താൽ എത്രാമത്തെയാണ് എന്നാണ് ചോദിക്കുന്നത്. n എന്ന് പറയുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. So which term of AP 5, 15, 25 will be 130 more than its 31st term? So equation is this one. So Tn is equal to 130 plus T31. So Tn we can write as A plus n minus 1 into D is equal to 130 plus T31 we can write as A plus 30D. A plus 30D. Doing the side. A is equal to here. A is equal to 5. D is equal to 15 minus 5. So D is equal to 10. Substitute the values. A. A plus n we don't know. N minus 1 into D 10 is equal to boys 130 plus A 5 plus 30 into 10. Doing or sleeping? Doing them. Okay. Then how can we do this? Your method I will follow. That is better. നിങ്ങൾക്ക് ഏതാ കൺവീനിയന്റ് ആയിട്ടുള്ളത് അത് പറയും. 5 plus 10 we can take. So 10 into n minus 1 is equal to 130 plus 5 plus 30 into 10 is 300. No? Then okay, tell me. 5 plus 10 into n minus 1 is equal to this one. 130 plus 5 plus 300. Total 435. 435. Okay. 435. So 5 we can take to the right side. So it will be 435 minus 5. Remaining 10 into n minus 1 only. Okay. Then 10 into n minus 1 is equal to 430. 430. So this is easy. No, 0, 0. So n minus 1 is 1 is equal to 430 by 10. by 10. 0, This 0. way. 0, 0 cancel. So n minus 1 is equal to 43. N is equal to 43. N is equal to 43 plus 1. So n is equal to 40. 4. N is equal to 44.